കുത്തരി വെച്ചിട്ടുള്ള അടയാണ്. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട പ്രഥമനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 200 ഗ്രാം പാലടയ്ക്ക് നമുക്ക് ആവശ്യമായ ശർക്കര ഏകദേശം ഇതൊന്ന് നോക്കാം, സെറ്റ് ചെയ്തൊന്ന് നോക്കാം എത്ര. ഇത് നമ്മൾ ശർക്കരയുടെ അളവെടുക്കുന്നത്. നമുക്ക് ഈ 200 ഗ്രാം പാലടയ്ക്ക് ആവശ്യം ഒരു 1/2 കിലോ ശർക്കരയാണ് വേണ്ടത്. അപ്പൊ ഇത് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഇതിലോട്ട് കഴിഞ്ഞു 0 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എത്ര ഗ്രാം ശർക്കര ഉണ്ടെന്നൊന്ന് നോക്കണം. 469 ഗ്രാം ശർക്കരയുണ്ട്. ഇത് 469 ഗ്രാം ശർക്കരയുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ശർക്കരയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ശർക്കര ഒന്ന് ലയിപ്പിക്കാൻ വെക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് പൊട്ടിക്കണം. നമ്മുടെ കല്ലിലാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമുക്കിത് പൊട്ടിക്കാൻ പറ്റത്തില്ല. വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് ലയിപ്പിക്കാൻ വയ്ക്കും. അപ്പം അതവിടെ നിന്ന് ശരിയാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യണം. അവിടെ നിന്ന് ശരിയാവട്ടെ. നമ്മൾ ഈ പാലട 200 ഗ്രാം പാലട ഒന്ന് വേവിച്ചിട്ട് വെച്ചേക്കുക. വേവിച്ചിട്ട് വേറൊരു ഉരുളിയിലേക്ക് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് 3-ാം പാലാണ്. ഈ 3-ാം പാല് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാം മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അടി കാണിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട്, ഇത് ഇച്ചിരി കട്ടയായിപ്പോയേ. അപ്പോൾ ഈ കട്ടയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്, ഇത് 3-ാം പാല്. അപ്പോൾ നമ്മൾ ഈ 3 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും 3-ാമത്തെ പാലൊഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് ഒന്ന് വെന്ത സാധനമാണ്. നമ്മളൊന്ന് വേവിച്ചത് കാരണം അധികം വേഗണ്ട. അപ്പം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് 2-ാം പാലാണ്. ഈ 2-ാം പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പായസം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഇറക്കി വെക്കാം. നമുക്ക് ഇനി
ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.